6 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് ഒരു വീട്ടമ്മ. മലപ്പുറം ജില്ലയിലെ വെട്ടം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി സ്വാതി രാജാണ് കൈക്കുഞ്ഞുമായി വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഞാനാണ് ഈ 10-ാം വാർഡിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പഞ്ചായത്തേക്ക്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. താമരടയാളത്തിലാണ്. ഇത് വെട്ടം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് NDA സ്ഥാനാർത്ഥി സ്വാതി രാജ്. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള വാർഡ് പൂർണ്ണമായും വികസന മുരടിപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA. വാർഡിലെ NDA സ്ഥാനാർത്ഥി സ്വാതി രാജ് 6 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായി സജീവ പ്രചാരണത്തിലാണ്. വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്തവണ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോരുത്തരോടും വോട്ട് ചോദിക്കുന്നു. ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട്, എല്ലാവരും പരമാവധി വോട്ട് പിടിക്കും. ഉറപ്പുണ്ട്. എല്ലാവരും മാറി ചിന്തിക്കൽ തുടങ്ങിയിരിക്കണു. അപ്പോൾ പിന്നെ ഒരു വിശ്വാസം എല്ലാവരുടെ രീതിയിൽ മാറി ചിന്തിക്കാൻ കാരണം അത് ഇത്രയും കാലം ഭരിച്ചവരുടെ മികവ് തന്നെ അവർ മാറി ചിന്തിക്കാനുള്ളത്. എല്ലാവർക്കും മറ്റു ഭരണങ്ങളൊക്കെ എടുത്തു തുടങ്ങി. അപ്പം പിന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കണം എല്ലാവരും ഒരുവിധം. കാലങ്ങളായി ഇടതുപക്ഷമാണ് വെട്ടം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അഴിമതി നിറഞ്ഞ ഭരണത്തിൽ വികസനം മാത്രം എവിടെയുമില്ല. ഈ വാർഡ് എന്നുണ്ടായോ അന്ന് മുതലുണ്ടായതാണ് ഇവിടെ ഈ വാർഡ് CPM ഭരണം. വളരെ മോശമായിട്ടുള്ള ഭരണമാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഫണ്ട് പാസ്സായി ഒറ്റ ലൈറ്റുകൾ പോലും മര്യാദയ്ക്ക് കത്താത്തൊരവസ്ഥ, കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ. ഇവിടെ പാടം ഒരു ഏരിയ ഉണ്ട്, ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയ വഴികളില്ല, അവർക്ക് വെള്ളമില്ല, ദയനീയ അവസ്ഥയാണ്. ഇപ്പോൾ CPMന് തോൽവി ഏകദേശം മണത്തറിഞ്ഞത് കൊണ്ട് അതിതീവ്രമായ വർഗീയത പറഞ്ഞിട്ടാണ് CPM ഇപ്പോൾ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മാറാത്തത് ഇത്തവണ മാറും എന്നു തന്നെയാണ് പഞ്ചായത്തിലെ NDA സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. 10-ാം വാർഡിലും സ്ഥിതി മറിച്ചല്ല. വിജയപ്രതീക്ഷയിൽ കൈക്കുഞ്ഞുമായി വെയിലത്തും മഴയത്തും സജീവമായി സ്വാതി വാർഡിൽ ഓടി നടക്കുന്നു. സ്ഥാനാർത്ഥികൾ പലവിധമുണ്ട്. ഇവിടെ മലപ്പുറം ജില്ലയിലെ വെട്ടം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി സ്വാതി കൈക്കുഞ്ഞുമായാണ് വീടുകളിൽ കയറി പ്രചാരണം നടത്തുന്നത്. എന്ത് ത്യാഗം സഹിച്ചും ജനങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും എന്ന ഉറപ്പാണ് ഇതുവഴി അവർ ലക്ഷ്യമാക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.